വിദേശ കമ്പനികൾ മുഴുവനും വന്ന് നമ്മുടെ നാടുകളിലെ ആശുപത്രികളെല്ലാം പർച്ചേസ് ചെയ്തു. പാരസെറ്റാമോളിൻ്റെ വില ഇന്നലെ മുതൽ 2 ഇരട്ടിയായിരിക്കുകയാണ്. എന്താണ് പാരസെറ്റാമോൾ എന്ന് പറഞ്ഞാൽ? പത്തിരിപ്പൊടിയാണത്. പത്തിരിപ്പൊടിയിൽ ഒരു തുള്ളി, ഒരു മോളിക്യൂൾ ഉറ്റിക്കുന്നതാണ്. അങ്ങനെയുള്ള ഗുളികകൾ, ആ ഗുളികയുടെ വില 2 രൂപ അല്ലെങ്കിൽ 50 പൈസ. അത് ഉരുട്ടിയിട്ട് ഒരു ഈയക്കടലാസിലാക്കി അതിൻ്റെ മുകളിൽ ഒരു കടലാസ് പൊതിഞ്ഞ് വേറെ ഒരു പെട്ടിയിലിട്ട് പിന്നെ ഒരു ഐസ് പെട്ടിയിലിട്ട് കൊണ്ടുവരും. അതിൻ്റെ വില 200 രൂപ. ഇനി അങ്ങോട്ട് നമ്മൾ ഗുളിക വാങ്ങാൻ പോയാൽ നേരത്തെ മെഡിക്കൽ ഷോപ്പുകാരൻ കത്രിക വെച്ച് മുറിച്ച് 3 എണ്ണം 4 എണ്ണം തരും. ഇനി അങ്ങോട്ട് അത് തരില്ല, ഒരൊറ്റ പെട്ടിയെ തരും. വേണമെങ്കിൽ പെട്ടി വാങ്ങണം. പെട്ടിയുടെ വില 800 രൂപ. സാധാരണക്കാരന് തലവേദന വന്നാൽ അവൻ എന്താണ് ചെയ്യുക? നല്ലോണം വെള്ളം കുടിക്കുക, വിശ്രമിക്കുക, തലവേദന മാറിക്കൊള്ളും. ഈ കഴിഞ്ഞ ആഴ്ച ജാമിഉൽ ഫുതൂഹിൽ വെച്ച് ജുമുഅയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞു, എനിക്കുണ്ടായ അനുഭവം. എൻ്റെ ഒരു സുഹൃത്ത് ഫോൺ ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു, ഇങ്ങനെ മൂത്രക്കല്ലായതുകൊണ്ട് വേദനയായിട്ട് എനിക്ക് 3-4 ദിവസം വിളിക്കാൻ പറ്റിയില്ല, നാളെ പോകണം, സർജറി ചെയ്യണം നിർബന്ധമായിട്ടും. ഞാൻ പറഞ്ഞു, നിങ്ങൾ നമ്മുടെ മരക്കാര ഹാജിക്ക് ഒരു ഫോൺ ചെയ്താളേ. നമ്മളവിടെ വാഴ കൃഷി ചെയ്യുന്ന ഒരാളുണ്ട്, കഞ്ഞി വെക്കുന്ന ഒരു ഹാജിയുണ്ട്, എന്തായാലും ഒന്ന് വിളിച്ചു നോക്കി എന്ന് പറഞ്ഞ് ഞാൻ നമ്പർ കൊടുത്തു. പിന്നെ 4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ SKSFൻ്റെ ഒരു നേതാവാണ്. അയാൾ എനിക്ക് ഒരു വോയിസ് ഇട്ടിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, ഞാൻ ആജിയാർക്ക് ഫോൺ ചെയ്തിരുന്നു. അപ്പോൾ അയാൾ എന്നോട് നോളജ് സിറ്റിയിലെ പള്ളിയിൽ വരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അവിടെ ജുമുഅക്ക് വന്നു. ജുമുഅ കഴിഞ്ഞ് മനുഷ്യനെ കണ്ടു, ഒരു ഉണങ്ങിയ ഒരു കാക്ക. എന്തിനാണ് ഇയാളെ കണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. അയാളൊരു മരുന്ന് തന്നു, ഞാൻ അത് കൊണ്ടുപോയി കഴിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കല്ല് പുറത്തു പോയി. 7 mm ഉള്ള കല്ലാണ്. ഇതൊരിക്കലും പോകൂല എന്ന് ഡോക്ടർമാർ പറഞ്ഞതാ. പോയില്ലെങ്കിൽ 1 ലക്ഷം രൂപ കിട്ടുകയുള്ളൂ. സർജറിക്ക് 1 ലക്ഷം രൂപ ചിലവാ. പിന്നെ 2 മാസത്തേക്ക് വിശ്രമവും വേണം. കാരണം അങ്ങോട്ട് എണീച്ചു പോകാൻ കഴിയില്ല. ഈ മരുന്ന് കുത്തിക്കയറ്റല്ലേ. എന്ത് മരുന്ന്? മയക്കുമരുന്ന് കുത്തിക്കയറ്റിയിട്ടല്ലേ ഓപ്പറേഷൻ ചെയ്യുന്നത്. മയക്കിയിട്ടല്ലേ ഓപ്പറേഷൻ ചെയ്യുക. മയക്കുന്ന മരുന്നിൻ്റെ പേരെന്താ? മയക്കുമരുന്ന്. അപ്പോൾ മയക്കി കിടത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന അനിവാര്യമായ ഘട്ടങ്ങളുണ്ട്. നല്ല ഡോക്ടർമാരുണ്ട്. ഇത് പറയുമ്പോഴേക്കിനി എല്ലാ ഡോക്ടർമാരും കൊള്ളക്കാരാണെന്ന് വിചാരിക്കരുത്, എല്ലാ ആശുപത്രിയും കൊള്ളയാണെന്നും വിചാരിക്കരുത്. അതേ സമയത്ത് ഇതൊന്നും 1-2 ആളുകൾ തീരുമാനിക്കാൻ കഴിയുന്നതല്ല. ലോകത്ത് മുഴുവനും കൊണ്ടുവന്നിട്ടുള്ള ഒരു രീതിയാണത്. ആശുപത്രിക്കാരൻ അവിടെ ഒരു സ്കാനർ വാങ്ങി വെച്ചില്ലെങ്കിൽ അയാൾക്ക് ചികിത്സിക്കാൻ കഴിയില്ല. അതിൻ്റെ വില 8 കോടിയാണ്. അപ്പോൾ വാങ്ങി അന്ന് മുതൽ അവൻ പണമടക്കണം. ബാങ്കിൽ നിന്ന് പണം എടുത്തിട്ടേ വാങ്ങാൻ പറ്റൂ, അല്ലെങ്കിൽ ഇൻകം ടാക്സുകാരൻ അവനെ പിടിച്ചുകൊണ്ട് പോയി തൂക്കിക്കളയും. അപ്പോൾ ബാങ്കിൽ നിന്ന് വാങ്ങിയാൽ ഓരോ മാസത്തിലും ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കണം. 5 കോടി കടമെടുത്താൽ 25 കോടി അടച്ചാലും പിന്നെ ബാങ്കുകാരൻ പറയും പലിശൻ്റെ പൈസ മാത്രമേ അടച്ചിട്ടുള്ളൂ, ഇനിയും 4 കോടി ബാക്കിയാണ്. അങ്ങനത്തെ ലോകത്തെ കൊന്നുകളയുന്ന വളരെ പ്രയാസകരമായ സാമ്പത്തിക നിലപാടുകൾ ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ ജുമുഅക്കത്ത് പ്രസംഗിച്ചപ്പോൾ 2 ആൾ എന്നോട് വന്ന് ചോദിച്ചത്, ആരാണത്? മൂത്രക്കല്ലിനും പിത്തസഞ്ചിയിലെ കല്ലിനും അതുപോലെ ഒരുവിധം രോഗങ്ങൾക്കൊക്കെയുള്ള മരുന്ന് ഈ കാണുന്ന ഈ പച്ചപ്പിലുണ്ടാകും. അത് അറിയുന്നവർക്കറിയാം. ആ പറമ്പിലേക്ക് അങ്ങോട്ട് നടന്നാൽ 100 കണക്കിന് ചെടികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള അറിവാണ് ബോട്ടാനിക്കൽ നോളജ് എന്ന് പറയുന്നത്. ഇൽമുൻ നബാതാത്ത്. 1000 വർഷം മുമ്പ് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഇൽമുൻ നബാതാത്തിൻ്റെ കിതാബുകൾ രചിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ ചെടികളെയും വരച്ചു വെച്ചുകൊണ്ട് കേരളത്തിലെ പണ്ഡിതന്മാരെഴുതിയ 6000 പേജുള്ള അറബി മലയാളത്തിലുള്ള പുസ്തകമുണ്ട്. അത് ബ്രിട്ടീഷുകാരൻ കൊള്ളയടിച്ചു കൊണ്ടുപോയി ഇന്നത് ബ്രിട്ടീഷ് ലൈബ്രറിയിലാണ് ഉള്ളത്. ഞാനത് കാണാൻ വേണ്ടി ബ്രിട്ടീഷ് ലൈബ്രറിയിൽ പോയിരുന്നു.
ബ്രിട്ടീഷ് ലൈബ്രറിയുമായി മർക്കസ് നോളജ് സിറ്റിയിലെ ലൈബ്രറി ഞങ്ങൾ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ്. ഈ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ നമ്മുടെ ഈ പ്രദേശത്ത് വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള വിദ്യാഭ്യാസം മുഴുവനും ഇല്ലാതാക്കുകയും ഇതൊന്നും നമുക്കാവശ്യമില്ല, ശിർക്കും തൗഹീദും മാത്രം പഠിച്ചാൽ മതി, ബോട്ടണിയും വേണ്ട, ഫിസിക്സും വേണ്ട, ജിയോഗ്രഫിയും വേണ്ട, അങ്ങനെയുള്ളൊരു ഭൗതിക പഠനവും ആവശ്യമില്ല